ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്, ദൈവത്തെ അറിയുന്ന ഓരോ ദൈവമക്കളും ദൈവത്തെ കാത്തിരിക്കണം. 2, ദൈവത്തെ അന്വേഷിക്കണം. 70, 80, 90 വയസ്സുകൊണ്ട് അവസാനിക്കുന്ന മനുഷ്യജീവിതം ദൈവത്തെ അറിയാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ദൈവത്തെ അറിഞ്ഞവൻ ദൈവത്തെ കാത്തിരിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല, എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു ഭാഗമുണ്ട്, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തൊട്ടു മുമ്പ് ശിഷ്യവരും തങ്ങളെ അടുക്കൽ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ എണ്ണി എണ്ണി പറയാവുന്ന ധാരാളം സന്ദേശങ്ങൾ ഈ ബൈബിളിലുണ്ട്. ഈ നാളുകളിൽ കാത്തിരിപ്പിന് ഒരു മറുപടിയുണ്ട്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. നീ പറയാൻ പോവാ ദൈവം നല്ലവൻ. ഇന്നലകളിൽ നീ കാത്തിരുന്ന വിഷയത്തിൽ ദൈവം മൗനമായിരുന്നപ്പോ നീ തന്നെ പറഞ്ഞു, സ്തോത്രം, ദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ, എൻ്റെ പാപമാണോ എൻ്റെ കുറവാണോ എന്നൊക്കെ നീ പറഞ്ഞ് ദൈവസന്നിധിയിൽ വേണ്ട സന്തോഷം പ്രാപിക്കാൻ കഴിയാതിരുന്ന നിന്നോട് ദൈവം സംസാരിക്കുക. ഈ നാളുകളിൽ ദൈവം നല്ലവനെന്ന് ശബ്ദമുയർത്തി പറയത്തക്ക നിലയിൽ നിനക്ക് ചില അനുഭവങ്ങൾ നീ കാത്തിരിക്കുന്ന വിഷയത്തിൽ ഉണ്ടാകാൻ പോവാ. സ്തോത്രം. കാത്തിരിപ്പിന്റെ മറുപടി ഉടനെ നിന്റെ കാതുകളിൽ എത്തുവാൻ പോകുകയാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ജനസമയത്ത് ഒരു ദൈവമനുഷ്യൻ ദൈവശബ്ദം കേട്ടു, നീ ക്രിസ്തുവിനെ കാണാതെ മരിക്കത്തില്ല. അവൻ ആത്മനിയോഗത്തോട് ഒരു ദിവസം ആലയത്തിൽ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ വാഗ്ദത്ത മശിഹ ആലയത്തിൽ വന്നിരിക്കുക. ആ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് പറയുകയാണ്, കർത്താവേ, അങ്ങ് എൻ്റെ കാത്തിരിപ്പിന്റെ മറുപടി എൻ്റെ കൈകളിൽ തന്നല്ലോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങൾ എന്ത് വിഷയത്തിൽ കാത്തിരുന്നോ, അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഭാവിയെക്കുറിച്ചാകട്ടെ, എന്തുമാകട്ടെ, ആ കാത്തിരിപ്പിന്റെ മറുപടി നിനക്ക് അനുഭവമായി വരാൻ പോകുകയാണ്. യഹോവ നല്ലവൻ എന്ന് നീ പറയാൻ പോവാ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കാത്തിരിക്കുന്ന ഒരിക്കലും ലജ്ജിക്കത്തില്ലെന്നുള്ള വാക്യം ഞങ്ങൾ വിശ്വസിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണം. അവരുടെ കാത്തിരിപ്പിന് വലിയ മറുപടി കർത്താവ് കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ കാത്തിരിപ്പിന് മറുപടിയുണ്ട്. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ് യു.